വീട്ടുകാരെ സർപ്രൈസ് ചെയ്ത വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വീഡിയോയിൽ. ഇത് നമ്മൾ അതിൻ്റെ പിറ്റേ ദിവസം കേട്ടോ. നമ്മൾ നാട്ടിൽ വന്നിരിക്കുന്ന വെറും ഒരു 2 ദിവസത്തേക്കാട്ടോ നമ്മൾ അച്ഛനും അമ്മയൊക്കെ നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. ബാക്കി അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് കൊച്ചി, കുറച്ച് സ്ഥലം വരെയൊക്കെ പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് വയ്യ കാണാൻ പറ്റും. അതിൻ്റെ ആദ്യത്തെ ദിവസം ഒട്ടും വയ്യായിരുന്നു. അതായത് തനിക്കുട്ടി ഓൾറെഡി കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. തനിക്കുട്ടിക്ക് വയ്യായിരുന്നു, അത് നമുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ആദ്യത്തെ ഒരു ദിവസം ഭയങ്കര ഡൗൺ ആയിരുന്നു. പിറ്റേ ദിവസം കുറച്ച് ആക്റ്റീവായി കിട്ടിയ സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളവിടെ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വേറെ ഒന്നുമല്ല ഗൈസ്, ഫുഡ് അടിക്കാനാണ്. നമ്മുടെ പൊറോട്ടയും ബീഫും അടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. കാര്യം അതൊന്നും ഇവിടെ കിട്ടില്ല, അതുകൊണ്ട് അതൊക്കെ കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ അടുത്തൊക്കെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ്. അപ്പോൾ നിങ്ങൾക്കത് വഴിയെ കാണാം. അയ്യോ പറന്നു പോയി. അല്ല ചെമ്മേനയുടെ ഒരുപാട് കുഞ്ഞിക്കിളിയൊക്കെ ഉണ്ട്. അച്ഛനോട് പറ പുലമ്മ പറന്നു പോയെന്ന് പറ. കിളി അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ ശേഷം നമ്മൾ വെഞ്ഞാറമൂടിലേക്ക് പോവാണ്. വെഞ്ഞാറമൂട് പോകുന്നില്ല, ആ വഴിയാണ് പോണത്. അപ്പം നമ്മൾ ശ്രീൻ്റെ അമ്മമ്മ അവിടെയാണ് ഉള്ളത്. അപ്പം അമ്മമ്മേനെ കണ്ട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അമ്മമ്മ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തോ സ്പെഷ്യലായിട്ട് അമ്മമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് അമ്മമ്മയ്ക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ മേടിക്കണ്ടേ. അപ്പം അതിനായിട്ട് ഒരു നമ്മുടെ വീടത്തിന് മുമ്പ് തന്നെ ഒരു കടയുണ്ട്. അവിടുന്ന് സാധനമൊക്കെ മേടിച്ചിട്ട് നമ്മളതേ പോകാമെന്ന് വിചാരിച്ചു. തനിക്കുട്ടിക്ക് ഇപ്പോഴും വലിയ ക്ഷീണമൊന്നും മാറിയിട്ടില്ല. ഇടയ്ക്ക് വെച്ച് ഇവിടെ വോമിറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മമ്മയുടെ അവിടെ എത്തി. ഇനി നമുക്ക് അമ്മമ്മയുടെ വീട്ടിലുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കണ്ടാലോ. സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞ ശേഷം നേരെ നമ്മൾ കയറുന്ന അടുക്കളയിലോട്ടാണ് ഗൈസ്. എല്ലാ വീട്ടിൽ പോയാലും അടുക്കളയിൽ ഒരു വിസിറ്റ് ഉറപ്പാണ്. കാര്യം അവിടെ എന്തെങ്കിലുമൊക്കെ കാണും അരിച്ചു പറക്കാനായിട്ട്. അതേ ആ കാണുന്ന റൂമുണ്ടല്ലോ, അവിടെ കയറി ഒന്ന് മേഞ്ഞു കഴിഞ്ഞാൽ പല സാധനങ്ങളും വെളിയിലോട്ട് വരുന്നുണ്ട്. അതിലൊന്നാണ് വന്ന മഞ്ച്. ഇനി ഏതെങ്കിലും ഒരു വ്ളോഗിൽ നിങ്ങൾ വെഞ്ഞാറമൂട് വരുന്ന വ്ളോഗിൽ കേട്ടോ, വെഞ്ഞാറമൂട് വരുന്ന വ്ളോഗിൽ കണ്ടു കഴിഞ്ഞാൽ ഈ മഞ്ച് ഭയങ്കര ഫേമസ് ആണ്. അതിൻ്റെ ഏതെങ്കിലും ഒരു ക്ലിപ്പൊക്കെ അവിടെ കാണും കേട്ടോ. അങ്ങനെ നമുക്കും കുറച്ച് മഞ്ചൊക്കെ അമ്മൂമ്മ എടുത്ത് തന്നായിരുന്നു. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോവാണ്. കാര്യം നമുക്ക് ഞാൻ പറഞ്ഞില്ല, അടുത്ത് നമുക്ക് വേറെ സ്ഥലത്ത് ചിക്കൻ ഉണ്ട്. അപ്പം അതിന് ഇവിടെ നിന്ന് നേരത്തെ ഇറങ്ങിയത് കുറച്ചധികം ദൂരം ഉണ്ടല്ലോ അപ്പോൾ പോകാനായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടും മുട്ടക്കറിയായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ മറന്നുപോയി അമ്മൂമ്മ എന്നിട്ടാണ് തന്നതെന്നുള്ളതിന്. ഈ വീഡിയോ വ്ളോഗ് ചെയ്തത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുത്ത് ഇടുന്നത് ഇപ്പോഴാണ് ഗായ്സ്. അതായത് ആകെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു വീഡിയോസൊക്കെ ചെയ്യാനായിട്ട്. എന്താണെന്നറിയില്ല.
അപ്പോൾ ഇപ്പോഴാണ് ഞാൻ വ്ളോഗൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. അതായത് ഞാൻ അവിടെ നാട്ടിലൊക്കെ പോയിട്ട് ഞാൻ തിരിച്ച് പൂനെയിലെത്തി ഗൈസ്, എന്നിട്ടാണ് ഞാൻ ഈ വ്ളോഗ് എഡിറ്റ് ചെയ്തിടുന്നത്. എന്ത് ചെയ്യാൻ. അതുകൊണ്ട് എന്താണ് കഴിച്ചതെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മൂമ്മയുടെ പറമ്പ് ചുറ്റി കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെളിയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഇതിലോട്ട് പോയി ചോദിച്ചോ. ഏതെണ്ണം എടുക്കാം? ഓ യാത് വന്നോ. ഞാൻ ഉച്ചയ്ക്കൊക്കെ വാങ്ങിച്ചോണ്ട് കൊടുത്തു പോകുന്നത്. എല്ലാം കാണിച്ചോണ്ട് കൊടുക്കുന്നു. എല്ലാത്തും വാങ്ങിച്ചോണ്ട് കൊടുക്കുകയൊന്നുമില്ല. എല്ലാത്തും കുറച്ചുകൂടെ വലുത് എന്റെ മുറിയിൽ ഇവിടെയുണ്ട്. ഇവിടെ ഇരിക്കുന്ന മക്കളെ ഞാൻ പാട്ട് തരാം. ആപ്പിൾ ഇന്നാ കാപ്പിയൊക്കെ കുടിച്ച് അപ്പം ആനിവേഴ്സറി 5ാമത്തെ വർഷം. പറയണൊന്നും കേൾക്കൂലല്ലോ, മൈക്കില്ലല്ലോ. മൈക്ക് വേണോ? മൈക്ക് എന്ത് മൈക്കുണ്ട്? ആ മൈക്കൊന്നും വേണ്ട, അല്ലാതെ തന്നെ അവർക്ക് കേൾക്കാൻ പറ്റും. 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷെ ടോട്ടൽ 5 വർഷമല്ല, അതിന് മുമ്പ് എത്ര വർഷമായി പരിചയപ്പെട്ടിട്ട്? 10-11 വർഷമായി. 10-11 വർഷമായി ഗൈസ്. എൻ്റെ ലിപ്പൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട്. എന്താണ് 2014 നമ്മൾ പരിചയപ്പെട്ടത്. 2025 അല്ലേ? 11 വർഷമായി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിട്ട് എന്താണ് അഭിപ്രായം, എൻ്റെ ഒരു ക്യാരക്ടർ, എൻ്റെ ഒരു സ്വഭാവം, ഞാൻ എങ്ങനെയാണ്, നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എൻ്റെ കരിയർ എത്ര അലമ്പ് പിള്ളേരെ കളിക്കാൻ എന്തേലും പറയുന്നത്. ഒരു കൈ വേദനിക്കുന്നു. ആ സ്റ്റിക്ക് എടുക്കുക. ഞാൻ സ്റ്റിക്ക് തന്നപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം. സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ബാക്കി പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ അയ്യോ നമ്മള് മൈക്ക് എടുത്തില്ല. പിന്നെ പൊട്ടിച്ചാരല്ല. അപ്പൊ ഇനി ചോദിക്കാനുള്ളത് കിടന്നു ചാച്ചി പെണ്ണു. ഇപ്പം എത്ര വർഷം 11 വർഷമായി. 11 വർഷമായിട്ട് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? എല്ലാ കാര്യത്തിലും പൊതുവേ ഉള്ള അഭിപ്രായം എന്ന് പറയുന്നത് നീ ഒരു ഭയങ്കര പാവം കുട്ടിയാണ്. മൂച്ചൊക്കെ കാണിക്കുമെങ്കിലും പാവം പേഴ്സൺ. ഇല്ല, ഒരു മിനിറ്റ് ഒന്ന് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തോട്ടെ. പിടിച്ചു കിടന്ന് ഉറങ്ങിക്കോ, പെട്ടെന്ന് ഉറങ്ങിക്കോ, കുമ്പടം വരും. പറയണോ? അപ്പൊ നീ പൊതുവെ ഒരു ഭയങ്കര പാവം കുട്ടിയാണ്. അതിന്റെയാണ് ഓരോ പ്രശ്നങ്ങളും ഉള്ളത് നിനക്ക്. അത് തന്നെയാണ് നിന്റെ പ്രശ്നങ്ങൾ. നീ ഒട്ടും ഭയങ്കര പാവമായിട്ട് നിനക്ക് കാര്യങ്ങളൊന്നും ആ ഒരു രീതിയിൽ കാണാൻ അറിഞ്ഞോളൂ. പെട്ടെന്ന് ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം പേഴ്സണലി എടുക്കും. പിന്നെ ആൾക്കാരെ പെട്ടെന്ന് വിശ്വസിച്ച് കളയും. അവരിൽ നീ ഇപ്പൊ ഒരാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നീ മൊത്തം അങ്ങ് ഓപ്പൺ ബുക്കായി കളയാട്ടോ മുമ്പിൽ. ഇപ്പൊ പതുക്കെ മാറി വരുന്നുണ്ട്. പക്ഷെ ആദ്യമൊക്കെ നീ അങ്ങനെയായിരുന്നു. ഇപ്പൊ ഒരുപാട് മാറി. ഇപ്പൊ പണ്ടൊക്കെ നീ പുതിയൊരാളെ കണ്ട് അവർ ഇച്ചിരി സ്നേഹം കാണിച്ചതിന് നീ എല്ലാം അങ്ങ് വിശ്വസിച്ചെല്ലാം പറയും.
അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ നിനക്കുണ്ടായിരുന്നു. ഭയങ്കര പൊസസീവ് ആയിരുന്നു. ഇപ്പം അത് നീ വളർന്ന ഒരു രീതിയും നീ കണ്ടുവന്ന ആൾക്കാരുടെ ഒക്കെ ഒരു പ്രശ്നമായിരുന്നു. ഇപ്പൊ നീ അങ്ങനെയൊന്നും അല്ല. പണ്ട് അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ. അതിന്റെ ബേസിക് റീസൺ ഇതാണ്. കല്യാണത്തിന് മുമ്പേ നിന്റെ ഉള്ളിൽ ഭയങ്കര ഒരു ശുദ്ധവും ഭയങ്കര പാവമായോണ്ട് നിനക്ക് അറിഞ്ഞൂടാ നീ എങ്ങനെ എന്തോന്ന് എടുക്കണം എന്ന് നിനക്ക് അറിഞ്ഞൂടാ. ആ ഒരു പ്രശ്നം. അതല്ലാതെ നോക്കുമ്പോ നീ പൊതുവെ ഒരു ഭയങ്കര നാടനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മലയാളികളുടെ ഇടയിൽ നാട്, വീട്, കുടുംബക്കാര് അങ്ങനെ ആൾക്കാരുടെ ഇടയിൽ ഇടപഴകി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, നിനക്കിങ്ങനെ പുറത്തു പോകണമെന്നോ അവിടെ പോയി വേറൊരു ഇതുണ്ടാക്കണം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഒന്നുമില്ല. യു ആർ ഓൾറെഡി ഹാപ്പി ഇൻ വാട്ട് എവർ യു ഹാവ്. നിന്റെ നാടും നിന്റെ വീടും ആൾക്കാരിൽ തന്നെ നീ ഓൾറെഡി സന്തുഷ്ടയാണ്. അപ്പൊ അവരുടെ ഇടയിൽ തന്നെ നീ ജീവിച്ചാൽ മതി. ബാക്കി പുറത്തു പോകുന്ന കാശുണ്ടാക്കുന്നതൊക്കെ ഒരു വേറെ ആസ്പെക്ട് ആണ്. ബട്ട് അൾട്ടിമേറ്റ്ലി നിനക്ക് നാട്ടിൽ തന്നെ തിരിച്ചു വരണം. അങ്ങനത്തെ ഒരാളാണ്. പിന്നെ ഈ നമ്മളെ ഹൈടെക് ലൈഫ് എന്ന് പറയുന്ന പബ്, ക്ലബ്ബ് അതെല്ലാം ഇഷ്ടമാണ്. പക്ഷെ അതെല്ലാം ഒരു വൺ ടൈം എക്സ്പ്ലോറേഷൻ എന്നുള്ള രീതി മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. സ്ഥിരം ചെയ്യാനും അങ്ങനത്തെ ലൈഫിലോട്ടൊന്നും പോകാനൊന്നും എനിക്ക് ഇഷ്ടമല്ല. വല്ലപ്പോഴൊക്കെ പോയി നിനക്ക് അടിച്ചു പൊളിച്ചിട്ടൊക്കെ വരിക. പക്ഷെ അതൊരു 2 ദിവസം ചെയ്യും. 3-ാമത്തെ ദിവസം തൊട്ട് നിനക്ക് തിരിച്ച് നാട്ടിൽ കിട്ടാറുണ്ട്. അതാണ് എനിക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം. പിന്നെ നമ്മുടെ നിനക്ക് എന്താണ് എന്നെ പറ്റിയുള്ള യുവിനെ പറ്റി എന്താണ്? അങ്ങനെയല്ല, ഭയങ്കര പാവമായിരുന്നു കല്യാണത്തിന് മുമ്പേ. പക്ഷെ കല്യാണത്തിന് മുമ്പേ ഇല്ല, കൊച്ചിയിൽ പോകുന്നത് വരെ ഭയങ്കര പാവമായിരുന്നു. പക്ഷെ കൊച്ചി പോയ ശേഷം ഭയങ്കര മൊരട്ടായി കേട്ടോ. വെറും തന്നെ കൊച്ചായി. കൂട്ടുകെട്ട് ശരിയല്ല, അതാണ് പ്രശ്നം. പ്രത്യേകിച്ച് ആ ടോണിക്കുട്ടനെ കയ്യിൽ കിട്ടിയാ ഞാൻ കൊല്ലും. ടോണിച്ചേട്ടൻ പാവം. പക്ഷെ കൊച്ചിയിൽ പോയ ശേഷം കുറച്ച് ഭയങ്കര ധൈര്യവും എന്താന്നുള്ള ഭയങ്കര സാധനമായിട്ട് മാറി. സാധനമാവുന്നല്ല, നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമ്മൾ മാറുന്നതാണ്. നമ്മുടെ ഇപ്പൊ ഉള്ള ലോകത്തില് മറ്റത് ഭയങ്കര പാവമായിരുന്നു. അതന്നെ, നമ്മളിപ്പം ഉള്ള ലോകം അങ്ങനെയാണ്. അങ്ങനത്തെ ലോകത്തില് ഭയങ്കര പാവമായിട്ടും എല്ലാരും പറയണ കേട്ട് ജീവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മള് എന്തോന്ന് എപ്പോ വേണമെങ്കിലും ദുരിതത്തിൽ ചെന്ന് ചാടും. അതുകൊണ്ട് നമ്മൾ ആ ഇച്ചിരി ഷ്രൂഡായിട്ടും നമ്മളൊരു സ്വന്തം സ്റ്റാൻഡിൽ നിന്നാൽ മാത്രമേ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റത്തുള്ളൂ. ആ ഒരു ലൈഫ് സ്റ്റൈൽ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചു തുടങ്ങിയത് ഞാൻ എറണാകുളത്ത് പോയതിനു ശേഷമാണ്. അതുവരെ നമ്മളെ ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ, അച്ഛനമ്മമാരുണ്ടാവും, നമ്മുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് ഉണ്ടാവും. നമ്മൾ എൻറ്റയർലി ഞാനൊരു അലോൺ ആയിട്ട് ജീവിക്കാൻ തുടങ്ങിയത് കൊച്ചി പോകുമ്പോഴാണ്. അപ്പോഴാണ് നമ്മൾ ലോകം കാണുന്നത്, പല പല ആൾക്കാരെ കാണുന്നു. കോർപ്പറേറ്റ് ലൈഫിൽ കയറുമ്പോൾ പല പല നാട്ടിലുള്ള ആൾക്കാരെ കാണുന്നു, അവരുടെ ചിന്താഗതി എന്താണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിലോട്ട് അഡാപ്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ സ്വഭാവം മാറും, എന്നാലും നമ്മൾ അതൊരു അഡാപ്റ്റേഷൻ പീരീഡാണ്. നമ്മൾ എങ്ങനെയാണ് കോർപ്പറേറ്റ് വേൾഡിൽ ജീവിക്കേണ്ടത്, നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം എന്ന്. കാരണം അന്നൊന്നും നമ്മൾ ആരും പ്രൊട്ടക്ട് ചെയ്യാൻ കാണില്ല. പണ്ട് എന്ത് പ്രശ്നം വന്നാലും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ പാരൻസ് ഉണ്ടാവും. ബട്ട് വൺസ് യു സ്റ്റാർട്ട് ഏർണിംഗ് ആൻഡ് സ്റ്റാർട്ടിങ് യുവർ ഓൺ ലൈഫ്, നമ്മൾ ആരും പ്രൊട്ടക്ട് ചെയ്യാൻ കാണത്തില്ല. അപ്പം നമ്മൾ തന്നെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണം. ആ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ക്യാരക്ടർ ചേഞ്ച് അവിടെ ഉണ്ടാവുന്നത്. അല്ല വേറെ ആൾക്കാരോടുള്ള പരിഭവം കൊണ്ടോ അല്ലാതൊന്നും കൊണ്ടൊന്നും അല്ല. ഇറ്റ് ഈസ് ടു സെൽഫ് പ്രൊട്ടക്ട് യുവർ സെൽഫ്. പണ്ട് അതിന്റെ ആവശ്യമില്ലായിരുന്നു, കാരണം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പാരൻസ് ഉണ്ട്. ഇന്നങ്ങനെയല്ല. അതിന്റെ വ്യത്യാസമാണ് നീ കാണുന്നത്. അതല്ലാതെ എന്തുകൊണ്ട് നിനക്ക് എന്നെ പറ്റി പറയാനുള്ളത്? ഭയങ്കര നല്ല അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ക്ലാസ് ആണ്. ചില ഇങ്ങനെ വാല് പൊക്കും, അന്നേരം ഞാൻ അപ്പൊ പൊക്കുമ്പോ തന്നെ അതങ്ങ് വെട്ടിയിടും കേട്ടോ. ഞാനും മൂച്ച കാണിക്കുമ്പോ അങ്ങനെയൊക്കെ തന്നെ ഇല്ല. അതുപോലെ ഇവിടെ മൂച്ചൊക്കെ ഇടയ്ക്ക് കാണിക്കാറുണ്ട്. അന്നേരം ഇങ്ങനെ വാല് പൊക്കുമ്പോ തന്നെ ഞാൻ അത് വെട്ടിയിടാറുണ്ട്. അപ്പൊ പിന്നെ പരിപാടി ഒന്നുമില്ല. അത് ഭയങ്കര ഭാഗമാണ്. എന്താണ് അടിപൊളി ലൈഫാണ്. നമ്മളിപ്പോ ഇതുവരെ നമുക്ക് പോയിട്ടുള്ള അല്ലേ, ഇതുവരെ നമ്മൾ കൊണ്ടുപോയിരിക്കുന്നതൊക്കെ അടിപൊളി ലൈഫായിട്ടാണ്. സാറ്റിസ്ഫൈഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ ലൈഫിൽ. എന്തോന്നാ ഞാൻ നിന്നെ നിർബന്ധിച്ച് പറയിപ്പിക്കണോ അല്ലാണല്ലോ നീ പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. അല്ല, പൊതുവെ നല്ല ക്യാരക്ടറാണ്. എന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട് അല്ലേ. കെയറിങ് മാത്രമല്ല, കെയറിങ്ങും ഒക്കെ എല്ലാം ഉണ്ട്. ഒരു ഹസ്ബൻഡ് ചെയ്യേണ്ട കടമകൾ എല്ലാം ശ്രീ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ശ്രീക്കുണ്ട്.
അപ്പൊ ഞാനൊരു റെസ്പോൺസിബിൾ പേഴ്സൺ ആണെന്നാണ് നീ പറയുന്നത്. കൂടുതൽ കേൾക്കണമായിരുന്നില്ലേ? കൂടുതൽ എന്തോന്ന് പറയണമെന്ന് എനിക്ക് അതാണ് പ്രശ്നം, മനസ്സിലായി? അങ്ങനെയല്ലേ, എന്തോ പറയാ, എല്ലാം ഹാപ്പിയാണ്, അതുകൊണ്ടല്ലേ നമ്മളിപ്പോ നന്നായിട്ടിരിക്കുന്നത് അല്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെങ്കിൽ നമ്മൾ ഒരുമിച്ചിരിക്കൂലായിരുന്നു അല്ലേ? ആദ്യം ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാനായിട്ട് തനിക്കുട്ടി വന്നപ്പോ ഭയങ്കരമായിട്ട് ലൈഫൊക്കെ ചേഞ്ച് ആയി. അതും ഒരു അഡാപ്റ്റേഷൻ ആയിരുന്നു നമുക്ക്. നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻസ് ആണ് അവിടെ നമ്മൾ നടന്നത്. ബട്ട് വിത്തിൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം നമ്മൾ അഡാപ്റ്റ് ആയി അതിനകത്ത്. പിന്നെ നമുക്ക് അതൊന്നും ചെയ്യണമെന്ന് പോലും ആഗ്രഹമില്ല, നമുക്കൊന്ന് ഉറങ്ങിയാൽ മതി. ഉറക്കമായിരുന്നു നമ്മുടെ പിന്നെയുള്ള പ്രയോറിറ്റി. അതുവരെ നമുക്ക് ഉറക്കമില്ലെങ്കിലും കുഴപ്പമില്ല, അടിച്ചു പൊളിച്ചാൽ മതിയായിരുന്നു. പിന്നീട് നമ്മൾ ആള് മാറി, നമ്മുടെ പിന്നെ ഒരു ക്യാരക്ടർ അഡാപ്റ്റൈസേഷൻ വന്ന് നമ്മൾ ആള് മാറി. നമുക്ക് പിന്നെ ഉറങ്ങിയാൽ മതി, ഉറക്കമാണ് നമ്മുടെ ഏറ്റവും വലിയതെന്ന് മനസ്സിലായി. ഓരോ ചേഞ്ച് ലൈഫിൽ വരുമ്പോഴും നമ്മളെ ക്യാരക്ടർ അഡാപ്റ്റ് ആവും. ഓരോ വലിയ ചേഞ്ച് വരുമ്പോഴും നമ്മൾ ആള് മാറും. അല്ലാതെ നമ്മൾ ജനിച്ച പോലെ അല്ലെങ്കിൽ കുഞ്ഞായിരുന്ന സമയത്ത് അതേപോലെ ഇരിക്കാനൊന്നും പറ്റത്തില്ല. ഓരോ ആൾക്കാരും മാറും. അതിന്റെ റീസൺ ഇതാണ്. അത് അവരെ എന്തോന്ന് അഹങ്കാരം കാണിക്കുന്നതോ ഇതൊന്നും അല്ല, അത് അഡാപ്റ്റൈസേഷന്റെ ഭാഗമാണ്. ഓരോ ആൾക്കാർ അഡാപ്റ്റ് ചെയ്യുന്നതാണ് അവരുടെ സറൗണ്ടിങ്സിനനുസരിച്ച്. അഡാപ്റ്റ് ചെയ്തില്ലെങ്കിൽ യു വിൽ ബി ഡെഡ്. അതാണ് റീസൺ. പക്ഷെ നാട്ടുകാരത് കാണുമ്പോൾ പറയും അവന് ഭയങ്കര അഹങ്കാരം, അല്ല അവൾക്ക് ജോലി കിട്ടിയപ്പോൾ ഭയങ്കര അഹങ്കാരം, ഒരു ലേഡി ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര അഹങ്കാരം. അത് അവരുടെ ആ ഒരു ക്യാരക്ടർ മാറുമ്പോൾ ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നതാണ് അഹങ്കാരമായിട്ട്. പക്ഷെ അത് ശരിക്കും അവർക്ക് കാശ് കിട്ടിയതിൻ്റെ അഹങ്കാരം അല്ല അവർ കാണിക്കുന്നത്. അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ വന്നപ്പോൾ അവർ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനത്തെ ഒരു രീതിയിലോട്ട് അവരുടെ സ്വഭാവം മാറ്റുന്നത്. അതിനെ പക്ഷേ ആൾക്കാർ മിസ്ജഡ്ജ് ചെയ്യുന്നതായിരിക്കും. എന്നും പറഞ്ഞ അഹങ്കാരം ഇല്ലാത്ത പെമ്പിള്ളാരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തെങ്കിലും ഉണ്ടായിട്ട് കാണിക്കുന്നതാണെങ്കിൽ വീണ്ടും മനസ്സിലാക്കാം. ചിലർ ഒന്നും ഇല്ലാഞ്ഞിട്ട് തന്നെ ഇങ്ങനെ കാണിക്കും. അഹങ്കാരം ഒന്നും അഹങ്കാരം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കില്ലേ. എല്ലാവർക്കും വയ്യായ്മയാണ്. പനി, ജലദോഷം ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പോകുന്ന എങ്ങോട്ടാണ്? വാഗമണിലോട്ട് പോവാണ്. വാഗമണിലെ ഒരു അടിപൊളി റിസോർട്ടിലേക്കാട്ടോ പോകുന്നത്. നമ്മള് ജസ്റ്റ് അവരെ ഒന്ന് കോണ്ടാക്ട്, ഒരു ബക്കറ്റ് ലിസ്റ്റ് സ്റ്റേക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ട്ണറുമായിട്ട് എന്താ പറയാ, അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവർ വഴിയാണ് നമ്മൾ പോകുന്നത്. ഈ റിസോർട്ടിനെ പറ്റിയൊക്കെ അറിഞ്ഞത്. അപ്പൊ നമുക്ക് പോയിട്ട് എന്താണെന്നുള്ളത് കാണാം. അപ്പൊ നമ്മൾ എവിടെ എത്തി? എരുമേലി അല്ലേ? എരുമേലി പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ റൂട്ടാണ്. ശ്രീ ഈ വഴി തന്നെയാണോ പോകുന്നത്? റോഡൊക്കെ പിടിച്ചിട്ടിരിക്കുന്നത്. പാട് പാട്. ആ 10 10 ആ 10 10 ആ 10 10 ആ പറ. ആഹാ ആഹാ പോടി. വാൾപ്പയറ്റൊക്കെ കഴിഞ്ഞിട്ട് ദേ ഞാൻ ആ വണ്ടി എൻ്റെ കൈക്കിലാക്കിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇങ്ങനെ വണ്ടി ഓടിച്ചു തുടങ്ങി. ഈ ചെറുക്കൻ ഇപ്പോഴും അങ്ങനെയാണ്. അതായത് വണ്ടി ആരെങ്കിലും ഓടിക്കുകയാണെങ്കിൽ അവരെ കൊണ്ട് ഓടിക്കാൻ ശ്രമിക്കില്ല, സ്വന്തമായിട്ട് തന്നെ അങ്ങനെ ഓടിക്കണം. അത് പറയാൻ ശരിയാവില്ല. നമുക്ക് ഒക്കെ ഓടിക്കാൻ ചാൻസ് വേണ്ടേ? നല്ല വണ്ടിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ വാഗമണിലേക്ക് വരികയാണ്. അപ്പം വരുന്ന വഴിക്ക് ഒരു വീട്ടിലെ ഊണ് കണ്ടു. ഞാൻ ഇങ്ങനത്തെ ഫാനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലെ ഊണൊക്കെ. നാടൻ ഭക്ഷണമൊക്കെ എൻ്റെ ഫേവറേറ്റാണ്. അങ്ങനെ ചോറും പപ്പടവും എന്താ മത്തി ഫ്രൈയും ഒക്കെ ആയിട്ട് എനിക്കിപ്പോൾ പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ നിന്നൊക്കെ വെള്ളം വരുന്നു കേട്ടോ. അയ്യോ അടിപൊളി സൂപ്പർ ഫുഡായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആരെങ്കിലും ഈ വഴി പോകുന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് കട കേട്ടോ.
അടിപൊളി ബ്യൂട്ടിഫുൾ വ്യൂ ആട്ടോ ഗൈസ്. പോകുന്ന വഴിക്ക് ഞാൻ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഞാൻ കേരളത്തിലെങ്ങും കണ്ടിട്ടില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാൻ എൻ്റെ മനസ്സിൽ കിടക്കുന്നത് ഞാൻ മണാലി പോയ സമയത്ത് അത് കുറേ കോമഡി സീനുകളൊക്കെ ഉണ്ട്. എന്നിട്ട് അത് പറയാൻ കുറേ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഉറങ്ങിയ ശേഷം കണ്ണ് തുറന്നത് ഒരു അടിപൊളി വ്യൂവിലാണ് ഞാൻ കണ്ണ് തുറന്നിട്ട്. ഞാൻ ഒരിക്കലും എനിക്കത് മറക്കാൻ പറ്റില്ല. ഞാൻ ആ ഒരു ഫോട്ടോ ക്യാപ്ചർ ചെയ്ത് എൻ്റെ മനസ്സിലിങ്ങനെ ഞാൻ വച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മണാലി എന്ന് പറയുമ്പോഴത്തേന് എനിക്ക് അത്രയും ബ്യൂട്ടിഫുൾ സ്ഥലമായിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. അതിന് ശേഷം ഞാൻ രണ്ടാമത് കാണുന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് വാഗമണ്ണിൽ പോയപ്പോൾ കേട്ടോ. ഇത് നമ്മൾ വഴി തെറ്റി പോകുന്ന കേട്ടോ. ഇത് പോകാൻ പാടില്ലാത്ത റോഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ലൊക്കേഷൻ ഉണ്ട്, സ്റ്റിൽ ഇതൊരു ട്രക്കിംഗ് പോലെ പോകുന്നൊരു അവസ്ഥയാണ്. അതുകൊണ്ട് ആരെങ്കിലും ഈ ഫെൽമൽ റിസോർട്ടിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ വാഗമൺ ടൗണിൽ വന്ന ശേഷം അവിടെ വന്നിട്ട് ലൊക്കേഷൻ ഇട്ടിട്ട് പോകുന്നതാണ്. ആദ്യമേ നമ്മുടെ റിസോർട്ടിൻ്റെ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓടുവഴി കൂടെയൊക്കെ കൊണ്ടുപോകും. ഇതാണ് വാഗമൺ ടൗൺ. ഇവിടെ വന്നിട്ട് നിങ്ങൾ റിസോർട്ട് എൻ്റെ ലൊക്കേഷൻ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ കറക്റ്റ് നേരെ നമ്മൾ റിസോർട്ടിലേക്കായിരിക്കും പോണത് കേട്ടോ. അങ്ങനെ നമ്മുടെ റിസോർട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് ഫെൽമൽ റിസോർട്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് കൊടുക്കാം. നമ്മൾ ഇവരിലേക്ക് എത്തുന്നത് സ്റ്റേ വെക്കേഷൻ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ട്ണർ വഴിയാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. നല്ല റിസോർട്ടായിരുന്നു. ഞാൻ ഒരിക്കലും എന്താ പറയുക, എനിക്കങ്ങനെ റിഗ്രറ്റ് തോന്നില്ല ഈ റിസോർട്ട് എടുത്തിട്ട്. അത്രയും ബ്യൂട്ടിഫുൾ സ്ഥലമായിരുന്നു. അത്രയും ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റി. സൂപ്പറാട്ടോ. ഇതാണ് നമ്മുടെ റൂം. നമ്മളൊരു ഹണിമൂൺ കോട്ടേജോ അങ്ങനെയാണോ എടുത്തിരിക്കുന്നത്. ഇത്രയും സൗകര്യങ്ങളുണ്ട് കേട്ടോ. എന്തൊക്കെയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ബെഡുണ്ട്, ഇവിടെ വട്ടിയുണ്ട്, അതൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്. ഒരു സൈറ്റ് വാർഡ്രോബ് വരുന്നുണ്ട്. അടിപൊളി. സ്പ്രൈറ്റ് ഉണ്ട്, ഫാൻറ്റി ഉണ്ട്, റെഡ് ബൂൾ ഉണ്ട്, കൊക്കോകോള ഉണ്ട്, ഫിസ് ഉണ്ട്. എല്ലാം ഉണ്ട്. അടിപൊളി സാധനം. പക്ഷെ അതൊന്നും നമുക്ക് കുടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അടിപൊളി. വെള്ളമുണ്ടോ? വെള്ളമുണ്ട്. പിന്നെന്താ, അവിടെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ എന്തോ ലീക്കായതാന്ന് തോന്നുന്നു. എന്താണെന്ന് അറിയില്ല. എവിടുന്നോ വെള്ളം വന്നതാണ്. നമ്മൾ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ അന്നേരം തന്നെ വന്ന് അവർ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഒരു അടിപൊളി വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. അയ്യോ, ഇനി പറഞ്ഞറിയാൻ പറ്റില്ല. അത്രയും ബ്യൂട്ടിഫുൾ വ്യൂ ആട്ടോ. ശരിക്കും രാവിലെ എണീറ്റിട്ടുള്ള ഒരു വ്യൂ ഉണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്ക്. അതും അടിപൊളിയാണ്. താഴെ തന്നെ കിഡ്സിന് വേണ്ടിയിട്ട് കുറേ അതായത് പിള്ളേരെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ സെറ്റ് സ്ഥലമാണ്. കാരണം അവർ താഴെ നിന്ന് കളിച്ചു പോകും, വലിയ പ്രശ്നമൊന്നുമില്ല. അയ്യോ ചേട്ടൻ്റെ അയ്യോ
ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ എടുക്കാൻ ഇവിടെ അടിപൊളിയായിട്ടോ, കാരണം ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം സൂപ്പറാണ്. പിന്നെ എന്താ, ഈ ക്ലാസ് ബ്രിഡ്ജിന് ശേഷം നമ്മൾ താഴെ പോയി കിഡ്സ് ഏരിയയിൽ എന്തൊക്കെയാണുള്ളത് നോക്കാനായിട്ട്. കിഡ്സ് പ്ലേ ഏരിയയിൽ അത്യാവശ്യം കുട്ടികൾ കളിക്കാൻ സാധനമുണ്ട്. അതുകൊണ്ട് കുട്ടികൾ അവിടെ പിള്ളേർ വന്നാലും അവർക്കിവിടെ ഒന്നും ബോറടിക്കത്തില്ല കേട്ടോ. പിന്നെ ആ കാണുന്ന ഉള്ളിൽ അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, ക്യാരം ബോർഡും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ റിലാക്സ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അതുപോലെ ഫയർ ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. സംഭവം എന്താ വെച്ചാൽ ക്ലൈമറ്റിൻ്റെ ഇഷ്യൂ കൊണ്ട് ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് അവർ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു കേട്ടോ. ഇത് പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ ഒരു വ്യൂ ആണ്, ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു കേട്ടോ. അതുപോലെ എനിക്ക് എൻ്റെ ഫോൺ തലേന്ന് ഓഫായിപ്പോയി, ആകെ സീനായി എൻ്റെ ഫോണിൽ. അതുകൊണ്ട് പിന്നെ എനിക്ക് കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഫുഡൊക്കെ അസാധ്യ ഫുഡായിരുന്നു. പൊറോട്ട, ബീഫ്, അൽഫാം ഒക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ലതായിരുന്നു, ഒന്നുപോലും ചീത്ത എന്ന് പറയാനുണ്ടായിരുന്നില്ല, എല്ലാം നല്ലതായിരുന്നു. അതിനുശേഷം നമ്മളതേ ബ്രഷൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് മുന്നേയായിട്ട് നമ്മൾ പൂളിലേക്ക് പോയാലോ എന്ന് വിചാരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇതിലാകെ ഒരു പ്രശ്നമായിട്ട് തോന്നില്ല. ഒന്നാമത് നല്ല തണുപ്പുള്ള സ്ഥലമാണ്, ഭയങ്കര ചില്ലായിട്ടുള്ള സ്ഥലത്ത് പൂളിലേക്ക് നമുക്ക് ചാടാന്ന് പറയുന്നത് ഭയങ്കര തണുപ്പാണ്. കുട്ടികൾക്ക് ചാടണമെന്നുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള വരുന്ന സമയത്ത് പൂള് നല്ല തണുത്ത് കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഒരു ഹീറ്റഡ് പൂളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണെന്ന് തോന്നുന്നു. കാര്യം നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഹീറ്റഡ് പൂളും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. കാരണം നമുക്ക് ഇറങ്ങാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് പിള്ളേരെ ഒന്നും ഇറക്കാൻ പറ്റില്ല, നമുക്കും ചാടാൻ പറ്റില്ല, കാരണം അത്രയും തണുപ്പുണ്ട്. ഈ ഇറങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ കയറിയിട്ടുണ്ടാവും. ഒന്നത് നമുക്ക് വയ്യാണ്ടിരിക്കുക, അപ്പം കുറച്ചും കൂടെ വയ്യാണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ വേഗം തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് കഴിഞ്ഞിട്ട് ഒരു കല്യാണം അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ചോക്കെ വേണ്ട, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര വയ്യുണ്ടാവും. ഇത് നമ്മുടെ ഫിൽമൻ റിസോർട്ടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഒരു തേയിലത്തോട്ടം വരുന്നുണ്ട്. നല്ല എന്താ പറയുക, റീൽസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. ഞാൻ തനിക്കുട്ടിയുടെ എന്തൊക്കെയോ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, അതിന് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാൻ ഇവരോടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ കേക്ക് മേടിച്ചാലോ, സർപ്രൈസ് ചെയ്ത് കേക്ക് മേടിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഒരിടത്ത് പറഞ്ഞ് സെറ്റ് വെച്ചിട്ടുണ്ട് ബ്ലൂബെറി കേക്ക് വേണമെന്ന്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് കേക്കിൻ്റെ പരിപാടി വേണ്ട. ബിക്കോസ് നമ്മൾ ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ സെലിബ്രേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ആനിവേഴ്സറി കൊണ്ടോ മേ ബി കട്ട് ചെയ്തിട്ടുണ്ടാവും, അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടില്ല. പിന്നെ വെച്ചാൽ വേണ്ട, എപ്പോഴും കേക്ക്, എല്ലാത്തിനും കേക്ക്, ബർത്ത്ഡേക്കും ആനിവേഴ്സറിക്കും ഒക്കെ കേക്ക് തന്നെയാണ്, അതുകൊണ്ട് ആ പരിപാടി വേണ്ട. എവിടെയെങ്കിലും നമ്മൾ ആനിവേഴ്സറിക്കോ അല്ലെങ്കിൽ ബർത്ത്ഡേക്കോ എവിടെയെങ്കിലും പോയിട്ട് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഡിന്നർ കഴിച്ച് ആ ഒരുമിച്ചുള്ള നമ്മുടെ ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത് ഇത്രയും വലിയ കേക്കുള്ള ഒരു ചെറിയൊരു മധുരം കഴിച്ചാൽ പോലും നമുക്ക് അന്ന് ഭയങ്കര സന്തോഷം തന്നെയായിരിക്കും. ആ ഒരു മൊമെൻറ്റിൽ ഭയങ്കര നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ എപ്പോഴും ഉള്ളൊരു കാഴ്ചപ്പാട് കേട്ടോ, എൻ്റെയും ശ്രീയുടെയും. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേന് അവർ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നപ്പോഴാണ് പറഞ്ഞത്, ഓക്കെ കേക്ക് ക്യാൻസൽ ആയിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് കേക്ക് ഇരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ എന്നാൽ കേക്ക് കട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്തു. പക്ഷെ നല്ല രസമായിരുന്നു, ആ ഒരു വ്യൂവിൽ കേക്ക് കട്ട് ചെയ്തപ്പോൾ നല്ല സന്തോഷമൊക്കെ തോന്നി. നല്ല ഫുഡായിരുന്നു, നല്ല കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ ചെക്കൗട്ടിൻ്റെ ടൈം ആയിട്ടുണ്ട്. അങ്ങനെ വേഗം വന്ന് നമ്മൾ പാക്കൊക്കെ ചെയ്ത് നമ്മൾ പോകാനായിട്ട് ഇറങ്ങുകയാണ്. ഒരു മരുന്ന് അടിപൊളി കേട്ടോ, മാതള രസായനം എന്നാണ് പറയണത്. നമുക്ക് സിവിയർ ത്രോട്ട് പെയിനോ കഫോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ലതാണ്. കാര്യം നമ്മൾ വേറൊരു മെഡിസിനും കഴിക്കുന്നുണ്ടായിരുന്നില്ല, ഇത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ചുമയും ത്രോട്ട് പെയിനൊക്കെ നന്നായിട്ട് എനിക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം വേറെ മെഡിസിനും തനുവിന് മാത്രം മെഡിസിൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു നമ്മുടെ കേരള ട്രിപ്പ് മൊത്തം നമ്മൾ പിടിച്ചു നിന്നത്. കാര്യമല്ലാതെ അയ്യോ ഭയങ്കര പ്രശ്നമായിരുന്നു, കഴിക്കേണ്ടി വരുമോ, മരുന്നൊക്കെ കഴിച്ചാൽ പിന്നെ ഭയങ്കര ക്ഷീണവും അതും ഇതൊക്കെ ആയിട്ട് മാറും. അതുകൊണ്ട് ഇത് കഴിച്ചപ്പോൾ തന്നെ അത്യാവശ്യം ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് ചെക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വന്നിരിക്കുന്നത് ആസ്കോ ടീ ഫാക്ടറിയിലേക്ക് വന്നിട്ടുണ്ട്, ടീ മേക്കിംഗ് എങ്ങനെയാണെന്നൊക്കെ കാണാനായിട്ട്. പക്ഷെ അവർ ഇതിൻ്റെ ഉള്ളിൽ വീഡിയോസൊന്നും എടുക്കാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് പിന്നെ എനിക്ക് എടുക്കാനൊന്നും പറ്റില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാണാനും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. കാരണം ഇതുപോലെ ഞാനൊരു മിൽമ ഫാക്ടറിയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണ്ട് കുഞ്ഞിലും കണ്ടാണ്, ബട്ട് സ്റ്റിൽ എനിക്ക് ഓർമ്മയുണ്ട് എന്തൊക്കെയോ ഇങ്ങനെ എനിക്കതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒരു മേക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടുത്തെ കാർഡൊക്കെ കിട്ടി, കുറച്ച് തേയില കോഫിയല്ല തേയില മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വെറൈറ്റി തേയിലയും കിട്ടിയിട്ടുണ്ടായിരുന്നു, അതായത് കാർഡമനും അതും ഇതൊക്കെ ഇട്ടിട്ടൊരു തേയില കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഉണ്ടാക്കി. പക്ഷെ അത് പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ വന്നിട്ട് ചായ ഉണ്ടാക്കിയപ്പോൾ
ആ കാർഡമൻ്റെ ടീ പൗഡർ ഇട്ടപ്പോൾ ഭയങ്കര എരച്ച് നിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ നോർമൽ ടീ ഇട്ടിട്ട് കുറച്ച് ഇതിന്ന് എടുത്തിടുന്നതായിരിക്കും നല്ല കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര കയ്പ്പ് ഫീലിംഗ് വരുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് വരുന്ന വഴിക്ക് ആലപ്പുഴയിൽ കയറിയിട്ട് നല്ലൊരു ഷാപ്പിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചാൽ പക്ഷെ നടന്നില്ല. പാലയെത്തിയപ്പോൾ തന്നെ വിശപ്പിൻ്റെ വിളി വന്നു മക്കളെ. അതുകൊണ്ട് പിന്നെ അവിടെ ഒരു തിരുത്തുകുഴി എന്ന് പറഞ്ഞിട്ട് ഒരു ഷാപ്പിൽ കയറി. നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഷാപ്പാണ്. ഗൂഗിളിൽ കയറി നമ്മൾ നോക്കിയിട്ടൊക്കെ വന്ന കേട്ടോ. ഞാനിങ്ങനെ കുറേ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ സെർച്ചിങ് ആയിരുന്നു ഇവിടെ കയറി കഴിക്കാൻ പറ്റുമെന്നൊക്കെ. അങ്ങനെ ഇവിടെ കുറച്ച് റിവ്യൂസ് കണ്ടപ്പോൾ അങ്ങനെ കയറിയത് കേട്ടോ. നല്ല ഫുഡായിരുന്നു. എനിക്ക് ഞണ്ട് റോസ്റ്റൊക്കെ സൂപ്പറായിരുന്നു. ഞണ്ട് റോസ്റ്റാണ് ഞാൻ കപ്പയും കൂട്ടി കഴിച്ചത്. ഞണ്ട് റോസ്റ്റ്, കപ്പ, പിന്നെന്താ കരിമീൻ ഫ്രൈ, പിന്നെ ചോറുണ്ടായിരുന്നില്ല, പിന്നെ ഡക്കിൻ്റെ ഒരു കറി മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ കള്ളപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു, നോർമൽ അപ്പവും മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം സൂപ്പറായിരുന്നു. അങ്ങനെ ഇവിടുന്ന് വയറൊക്കെ നിറഞ്ഞിട്ട് നമ്മുടെ യാത്രയിലേക്ക് പോവാണ്. നമ്മൾ ആലപ്പുഴയിലേക്കാണ് പോണത്. ആലപ്പുഴയുടെ ശ്രീൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോണത്. അപ്പം അവിടെ ചെന്നിട്ട് നമ്മൾ ഷാപ്പിൽ നിന്നൊക്കെ കഴിക്കാൻ വിചാരിച്ചാൽ പക്ഷെ പറ്റിയില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് കഴിച്ചു. അപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് നേരത്തെയാണ് എത്തിയത്. അപ്പോൾ നമുക്ക് ടോണിച്ചേട്ടൻ്റെ പരിചയത്തിൽ തന്നെ, ശ്രീൻ്റെ ഫ്രണ്ടാണ് ടോണിച്ചേട്ടൻ്റെ പരിചയത്തിൽ തന്നെ നമുക്കൊരു ബോട്ടിംഗ് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു ബോട്ടിങ്. ഞാൻ ഒരു 1 ഡേ സ്റ്റേയിനൊക്കെ ഒരു ബോട്ടിങ് ഞാൻ പോയിട്ടുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു എത്ര മണിക്കൂറുണ്ടായിരുന്നു, ഒരു 2 മണിക്കൂർ എന്തോ ഉണ്ട്, 2-2.5 മണിക്കൂർ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ ഈ ബോട്ടിങ്. നല്ല രസമുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയിട്ട് ഞാനിങ്ങനെ ഇവരൊക്കെ വഞ്ചിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആലോചിക്കും കേട്ടോ, ഈശ്വര ഇവർക്ക് എവിടെയെങ്കിലും അത്യാവശ്യത്തിന് എന്തെങ്കിലും സാധനം മേടിക്കാനൊക്കെ പോവുകയാണെങ്കിൽ ഇവരിങ്ങനെ വഞ്ചി തുഴഞ്ഞിട്ടായിരിക്കും പോകുന്നത്. ഇങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ആലോചന കേട്ടോ. അവിടെ ഒരാൾ പൂക്കുറ്റി ഉറക്കമാണ് ശ്രീ. തനിക്കുട്ടി ആദ്യം കുറച്ച് റോങ് ആയിട്ടൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈശ്വര പണി പാളൂ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇല്ല, ഇവിടെ അമ്പലമൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ തോന്നി കേട്ടോ. ഭയങ്കര രസമായിട്ട് തോന്നി. ഇവർ ഈ അമ്പലത്തിലൊക്കെ വരുന്നത് ഇങ്ങനെ തുഴഞ്ഞിട്ടൊക്കെ ഇരിക്കും വരുന്നതെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കാലിച്ച് കൂട്ടിയാണ്. എന്നിട്ട് നമ്മളൊരു സ്ഥലത്തെത്തി, ഒരു പോയിന്റിലെത്തിയിട്ട് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ പോയിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. തനിക്കുട്ടിക്ക് പാല്, നമ്മൾ ചായ കുടിക്കുകയല്ലേ അപ്പോൾ അവൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് വെച്ചിട്ട് പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ചിതുപോലെ വന്ന വഴി നമ്മളിങ്ങനെ പോകും. നല്ല രസമുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് അപ്പുറത്തുള്ള ബോട്ടിങ്ങുള്ളവരൊക്കെ ഹായ് പറയും. നല്ല രസമാണ്. ഒരു ഡിഫറെൻറ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ബോട്ടിങ്. അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ടോണിച്ചേൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ടോണിച്ചേൻ്റെ വീട്ടിൽ സ്റ്റേ ആണ്. പിറ്റേ ദിവസമാണ് നമ്മൾ കൊച്ചിയിലേക്ക് പോകുന്നത് കേട്ടോ. ചേട്ടൻ്റെ കൂടെ ഇത്തിരി ഇത് കൂടുതലാണ്. ആലപ്പുഴ ഫാമിലിയോട് നമ്മൾ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ നേരെ കൊച്ചിയിലേക്ക് പോവാണ്. അങ്ങനെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ശ്രീൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക്. ചേച്ചി ഓൾറെഡി ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ നമ്മുടെ
ബാഗൊക്കെ അവിടെ വെച്ച് നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട തൊട്ട് ഫ്രണ്ടിൽ തന്നെ ശരവണ ഭവൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ നമ്മുടെ കൊച്ചി ഫ്ലാറ്റിലേക്ക് പോവാണ്. ഒത്തിരി വർഷമായി നമ്മളിവിടെ വന്നിട്ട്. അതായത് കൊച്ചിയിൽ വന്നിട്ട് നമുക്ക് കൊച്ചി വരുമ്പോൾ എന്തോ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അധികം നാൾ അവിടെ കൊച്ചിയിലൊന്നും നിൽക്കാൻ പറ്റിയില്ല കേട്ടോ. ഇനിയെങ്കിലും കുറേ നാൾ ഇവിടെ നിൽക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്താണോ ഓക്കെ. അങ്ങനെ നമ്മുടെ കൊച്ചി ഫ്ലാറ്റിലേക്ക് പോകണത്. ഇതാണ് നമ്മുടെ ഫ്ലാറ്റ്. അങ്ങനെ നമ്മൾ പോയി നമ്മുടെ ഫ്ലാറ്റൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഇവിടെ ഉണ്ട്. പുള്ളിക്കാരിയുടെ പേര് ശ്രീകുട്ടി എന്നാണ്. അപ്പോൾ അവളെയും കണ്ട് അവളുടെ വീട്ടിൽ നിന്നാണ് നമുക്കിന്ന് ലഞ്ച് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അവിടെയായിട്ട് കൂടി കുറച്ച് കഴിഞ്ഞിട്ടേക്ക് പോകുന്നുള്ളൂ. ശ്രീ ഇടയ്ക്ക് വെച്ച് പോയിട്ടുണ്ടായിരുന്നു. ശ്രീ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇടയ്ക്ക് ശ്രീൻ്റെ ഫ്രണ്ട്സിനെ കാണാനായിട്ട് പോയിട്ട് ഞാനവിടെ 8 മണി വരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇരിപ്പുണ്ടായിരുന്നു. കുറേ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഞാൻ കുറേ എൻജോയ് ചെയ്യാനായിട്ടാണ് പോയത്. ഇപ്പോൾ എനിക്ക് വീഡിയോസ് എടുക്കാനായിട്ടൊന്നും നമുക്ക് ഒരുപാട് പറ്റിയില്ല. പറ്റുന്നുള്ള വീഡിയോസാണ് ഞാൻ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ അവിടുത്തെ ഒരു കുട്ടി മോനാണ്. നമ്മുടെ ഷിട്ടുക്കുട്ടനും ഇവനും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഇവർക്ക് അധികം എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല. അതിനുമുമ്പ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തൊക്കെ പുനെയിലേക്ക് വന്നു. ഇതാണ് ശ്രീകുട്ടി, ഇതാണ് ചേട്ടൻ. രണ്ടുപേരും ഡോക്ടേഴ്സാണ്. ചേട്ടൻ ഇപ്പോൾ കഴിച്ചിട്ടൊക്കെ ഡ്യൂട്ടിക്ക് പോകും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ചില്ലാണ് ചിൽ. ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പായസം സദ്യ ഫുള്ള് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല ഈ പെണ്ണെന്തിൻ്റെ എത്രയൊക്കെ ഉണ്ടാക്കിയെന്ന്. ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കഴിച്ചിട്ട് അങ്ങോട്ട് തീരുന്നും ഉണ്ടായിരുന്നില്ല. അമ്മാതിരി ഉണ്ടായിരുന്ന സാധനങ്ങൾ, മീനും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡ്. ഇത്രയും കഷ്ടപ്പെട്ടവൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ. പോട്ടെ നമ്മള്. അവള് കരയത്തില്ല, കാരണം അവൾക്കറിയാം ഞാൻ വരുമെന്ന്. ഞാൻ വരും ശ്രീകുട്ടി കൊച്ചിയിലേക്ക്. നീ പോരുത് കേട്ടോ, നീ എന്നെ പറ്റിക്കരുത്. ഞാൻ വരുമ്പോ കെട്ടി പോയി കഴിഞ്ഞാൽ നോക്കിക്കോ ഇട്ടിക്കുന്നേ. അവളാണ്. ഇല്ല ഇല്ല, ഞാൻ ഇനി രണ്ടാമതായാലും ഇവിടെ വിട്ടു പോകുന്ന പരിപാടി. ഇല്ല നമുക്ക് ഇറങ്ങാം, ലേറ്റ് ആവും അല്ലെങ്കിൽ. ഓക്കെ, ബൈ ബൈ ശ്രീകുട്ടി. ശ്രീകുട്ടി മാഡത്തിനോട് നമ്മൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കുറച്ച് വലിയ മൊമെൻ്റ് ഒന്നും കുറച്ചേ ഉള്ളൂ കേട്ടോ ഇത്. പിന്നെ നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് എൻജോയ് ചെയ്ത് കുറേ നേരം സംസാരിച്ചിട്ട് കിടന്ന് ഉറങ്ങി. പിന്നെ പിറ്റേന്ന് രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളൊരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ഗുരുവായൂർക്ക് പോവാണ് കേട്ടോ. ഒരു കല്യാണം ഉണ്ട്, അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ ഗുരുവായൂരെത്തി. ഇതാണ് നമ്മുടെ ഹോട്ടൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല ഹോട്ടലായിരുന്നു. അങ്ങനെ ഇതെല്ലാം സെറ്റിലാക്കിയ ശേഷം ഒന്ന് ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെയും പോയി ഒന്ന് ഫ്രഷൊക്കെ ആയ ശേഷം വൈകിട്ട് ഒരു പരിപാടിയുണ്ട്. അതായത് ഇങ്ങനെ കണ്ണിൽ തൊട്ട് തൊഴുക എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ. അതൊക്കെ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ ഒന്നുമില്ലല്ലോ.
കണ്ടുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച ശേഷം പിന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നടപ്പുണ്ടായിരുന്നു. കാര്യം അമ്പലത്തിൽ കയറി തൊടാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്കൊന്നും എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് അനുഭവമാണ് ഗുരുവായൂർ വന്നിട്ട് അമ്പലത്തിൽ കണ്ണനെ കണ്ടുകൊണ്ട് പോകുന്നത്. എൻ്റെ ഫസ്റ്റ് അനുഭവം കേട്ടോ. ഇങ്ങനെ അതായത് കല്യാണം കൂടാൻ വേണ്ടി മാത്രം വരുന്ന ഒരു ചടങ്ങായിപ്പോയി. അങ്ങനെ ഇതേ ഫുഡൊക്കെ കഴിച്ചിട്ട് പിറ്റേന്ന് കല്യാണമാണ്. അപ്പോൾ വെളുപ്പിനെ എണീക്കണം. ഞാൻ അഷ്ടമുടിയിലാണ് ഞാൻ സാരി ഡ്രൈപ്പിങ്ങും മേക്കപ്പില്ല, സാരി ഡ്രൈപ്പിങ്ങും ഹെയർ സ്റ്റൈലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് 3:30 വരാനാണ് ഗൈസ്. 3:30 അങ്ങനെ പിറ്റേന്ന് രാവിലെ വെളുപ്പിനെ ഒരു 3:30 മണിയായപ്പോൾ ഞാൻ എണീറ്റിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഊബറിൽ അഷ്ടമുടിയിലേക്ക് പോകണം. അധികം ദൂരമൊന്നുമില്ല, തൊട്ടടുത്ത് തന്നെയാണ്. എനിക്കൊരു പച്ച സാരിയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള സാരിയായിരുന്നു. നല്ല സാരി നല്ലപോലെ അവർ ഡ്രേപ്പും ചെയ്തു വന്നു. അതായത് നല്ല ഒതുക്കി അവർ ഉടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ചെറിയ പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഉടുത്ത് വരാൻ വെച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹെയർ സ്റ്റൈലിങ്ങും നല്ലതായിരുന്നു. ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. കാര്യം എൻ്റെ ഫോൺ ഇത് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ഫോണ് ഓഫൊക്കെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പറ്റുന്നുള്ള ഫോട്ടോസൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വിശേഷം. അപ്പോൾ നമ്മുടെ കേരള വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാം പെട്ടെന്നായിപ്പോയി, പെട്ടെന്ന് തീർന്നു പോയി. അപ്പോൾ നമുക്ക് വേറെ ഒരു അടിപൊളി വീഡിയോ ആയിട്ടും കാണാം. ബൈ.